ഈ ഭരണം മാറിയിട്ടും സ്പോർട്സ് കൗൺസിലിൽ ജീവനക്കാർക്ക് ശമ്പളമില്ല. താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളമാണ് 5 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയും സ്പോർട്സ് ഹോസ്റ്റലുകളുടെയും പ്രവർത്തനം തന്നെ താറുമാറായിരിക്കുന്നു. 5 മാസമായി താൽക്കാലിക ജീവനക്കാർക്കും പരിശീലകർക്കും ശമ്പളം കിട്ടിയിട്ട് കഴിഞ്ഞ 5 വർഷമായി ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാർക്കും അതുപോലെ തന്നെ പരിശീലകർക്കും കൃത്യമായി ശമ്പളം ലഭിക്കാറില്ല. അതൊരു 4 മാസം കൂടുമ്പോഴാണ് അവർക്ക് ശമ്പളം കൊടുക്കാറുള്ളത്. അത് അന്വേഷിക്കുമ്പോൾ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപാകതയാണെന്ന് പറയും, അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ വിഷയമാണെന്ന് പറയും. എന്ന് വന്നാലും ജീവനക്കാർക്ക് ശമ്പളം അവർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ശമ്പളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. അതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം കായികവേദി മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്ത് വന്നാലും ഇപ്പം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്തരം നടപടികൾ, ഓണത്തിന് മുമ്പ് തന്നെ അത്തരം നടപടികൾ ക്രിയാത്മകമായി നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, പാചക തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരായിട്ടുള്ള തൊഴിലാളി വർഗ്ഗങ്ങളാണ്. അവർക്കും കായിക അധ്യാപകർക്കും ഒന്നും ശമ്പളമില്ല എന്ന് പറയുമ്പോൾ അതും 1-2 മാസമല്ല, 5 മാസമായൊക്കെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് അവർ, അല്ലേ? റോഷ്നി, തീർച്ചയായും. അതായത് ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്കാണ് ഈ ശമ്പളം ലഭിച്ചിട്ട് 5 മാസം തികയുന്നൊരു ഘട്ടമുള്ളത്. സ്ഥിരം ജീവനക്കാർക്കും കരാർ ജീവനക്കാർക്കും ശമ്പളം നൽകുന്നുണ്ടെങ്കിലും ഈ താൽക്കാലിക ജീവനക്കാർക്ക് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടം മുതലാണ് ഈ ശമ്പളം കൃത്യമായി വരാത്തൊരു സ്ഥിതി ഉള്ളതെന്നുള്ളതാണ്. ഇവർക്ക് ശമ്പളം അനുവദിക്കേണ്ടത് ഈ നോൺ പ്ലാനിംഗ് ഫണ്ട്, നോൺ പ്ലാനിംഗ് ഫണ്ടിൽ നിന്നാണ് കൃത്യമായി ശമ്പളം ലഭിക്കേണ്ടത്. പക്ഷേ ഈ നോൺ പ്ലാനിംഗ് ഫണ്ട് സർക്കാർ കൃത്യമായി നൽകാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ്. ഈ വിവിധ ജില്ലകളിലായി അടക്കം 300ഓളം ജീവനക്കാരൻ ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ശമ്പളം ലഭിക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതും ഉണ്ടായില്ലെന്നുള്ളതാണ്. ഈ പുതിയ സർക്കാർ വന്നതോടുകൂടി സ്പോർട്സ് കൗൺസിലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ജീവനക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ അതും ഏതാണ്ട് അസ്തമിച്ച ഒരു ഘട്ടം കൂടിയാണെന്നുള്ളതാണ്. അതായത് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ താൽക്കാലിക ജീവനക്കാരിൽ പലതും പിൻവാതിൽ നിയമനങ്ങളാണ്, മുൻ സർക്കാരിന്റെ സമയത്ത് തിരികെ കയറ്റിയ ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് ശമ്പളം നൽകുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ മന്ത്രി ഈ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള പരിശീലകരുടെ ശമ്പളം ഉടൻ ലഭ്യമാക്കുമെന്നും പറയുന്നു. അപ്പോൾ റോഷ്നി പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗമാണ് ഇപ്പോൾ നിലവിൽ ഈ പാചക തൊഴിലാളികളടക്കം അവർക്കാണ് ഇപ്പോൾ നിലവിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതെന്നുള്ളതാണ്. പരിശീലകരും താൽക്കാലിക ജീവനക്കാരും വലിയ ബുദ്ധിമുട്ടിലുമാണ്. പ്ലാൻ ഫണ്ടിൽ നിന്ന് ശമ്പളം ലഭിക്കുന്ന ഏകദേശം 54 പരിശീലകരാണ് ഇപ്പോൾ നിലവിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കൂടാതെ ഈ സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും അവതാളത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ വാർത്തകൾ നൽകിയതാണ്. സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള പരിശീലകർക്ക് ഏകദേശം 28,000 രൂപയാണ് ശമ്പളം. അങ്ങനെ 5 മാസ ശമ്പള കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിൽ നൽകാനുമുള്ളതെന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ സർക്കാർ വലിയൊരു ഫണ്ട് ഇതിനായിട്ട് തന്നെ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ GV രാജ സ്പോർട്സ് സ്കൂളിന് കഴിഞ്ഞ 7 വർഷക്കാലം LDF സർക്കാർ അനുവദിച്ചത് 132 കോടി രൂപയാണ്. അതിൽ പകുതിയേറെയും ചെലവഴിക്കാതെ പാഴാക്കിയെന്ന കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. കായിക താരങ്ങളുടെ പരിശീലനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാത്രം വേണ്ടി ചെലവഴിച്ചത് 64 കോടി രൂപയാണ്. അനുവദിച്ച തുകയിൽ 68 കോടി രൂപ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കണക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് GV രാജ സ്കൂളിന് കഴിഞ്ഞ 7 വർഷത്തിനിടെ അനുവദിച്ചത് ഈ 132 കോടി രൂപയിൽ ആകെ 64 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ അസോസിയേഷനുകളും ഈ സാമ്പത്തിക വിഹിതം, പരിശീലകർക്കുള്ള ശമ്പളം എന്നിവയ്ക്കൊക്കെ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴാണ് ഈ ഫണ്ട് ലാപ്സായി പോയതെന്നുള്ളതാണ്. അതും വലിയ ഒരു ദുഃഖകരമായ സംഭവമാണ്. എന്തായാലും സ്പോർട്സ് കൗൺസിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കൂടി വരുന്ന ഘട്ടത്തിലാണ് ഈ താൽക്കാലിക ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. 28,000 രൂപയാണ് അവരുടെ അടിസ്ഥാന വേതനം. അതുപോലും കൃത്യമായി തന്നെ ലഭിച്ചിട്ടില്ല. 5 മാസത്തെ തുകയാണ് ഇപ്പോൾ നിലവിൽ പെൻഡിംഗ് ഉള്ളത്. എന്തായാലും മന്ത്രി തന്നെ പറയുന്നു, ചിലർക്ക് ശമ്പളം ഉറപ്പായും നൽകും. പക്ഷേ അതേ സമയത്ത് തന്നെ ചില താൽക്കാലിക ജീവനക്കാരെ മുൻ സർക്കാർ തിരികെ കയറ്റിയതാണ്. അതുകൊണ്ട് തന്നെ അവരെ നിലവിൽ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയരുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള കായിക പരിശീലകരുടെ ശമ്പളം ഉടൻ ലഭ്യമാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് 58ഓളം പേരുടെ, ബാക്കി 300ഓളം പേർക്കുള്ള ശമ്പളം സർക്കാർ കണ്ടെത്തുമോ അല്ലെങ്കിൽ പിരിച്ചുവിടൽ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. റോഷ്നി, കുറച്ചുപേരുടെ എന്നല്ല, മുഴുവൻ ആളുകൾക്കും ജോലി ചെയ്തതിന്റെ ശമ്പളം ലഭ്യമാകേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ്, പക്ഷേ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അത് തൊഴിലാളികൾക്കുണ്ടാകരുത് എന്നുള്ളതാണ്.